ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഗ്രൂപ്പ് ടി എക്സാമിൻ്റെ ഡേറ്റ് RRB ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുണ്ട്. നവംബർ 27-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ 27 മുതൽ ജനുവരി 16 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ്. അതിനിടയിൽ കുറേ കാലം കേസ് എന്ന് പറഞ്ഞ് പോയി. നമ്മളതിൻ്റെ ഇടയിൽ എല്ലാം കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, കേസിൻ്റെ വഴിക്ക് പോവും, RRB എക്സാം കണ്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഡേറ്റ് പെട്ടെന്നായിരിക്കും വരിക. ഡേറ്റ് വരുന്ന സമയത്ത് പിന്നെ ബേജാറായി കൂടി നടന്നിട്ട് കാര്യമില്ല. അത് പ്രകാരം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എക്സാമിന് നിങ്ങൾക്ക് ഇനി കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ 10 ദിവസമാണ് ഉള്ളത്. നവംബർ 27-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് കേസിൻ്റെ പുറകെ പോയിട്ടുള്ള കുട്ടികൾ, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാതെ പോയിട്ടുള്ള കുട്ടികൾ, തമ്മിൽ തല്ലി നടന്നിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇനി സമയം വളരെ കുറവാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള 10 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയുള്ള 10 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ആ ദിവസങ്ങളെ യൂസ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RRB ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുള്ള നോട്ടീസ് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് RRBയുടെ സൈറ്റിൽ ലഭ്യമാണ്. അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് 27/11/2025 മുതൽ 16/1/2026 വരെ അല്ലേ. ഏകദേശം 1.5 മാസത്തിലധികം 50 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ലെവൽ 1 എക്സാമിൻ്റെ CVT 1 ഒന്നാമത്തെ ടയറിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് അവരതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എക്സാമിനേഷൻ്റെ സിറ്റി, അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ ട്രാവൽ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഇതെല്ലാം തന്നെ 19/11/2025 അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഓഫ് ഓൾ RRBs ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നവംബർ 27-ന് എക്സാം ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറയുന്നത് നവംബർ 18, 19 അല്ലെങ്കിൽ 18-ഓ 19-ഓ, ഇന്നാണ് 18 എന്ന് പറയുന്നത്, 19 നാളെയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് 19/11/2025, അതായത് നവംബർ 19-നോ അല്ലെങ്കിൽ അതിന് മുന്നെയോ എന്ന് പറഞ്ഞാൽ, പിന്നെ മുന്നേ ഉള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ്. നവംബർ 27 പരീക്ഷ ഉള്ളവർക്ക് ഇന്നോ നാളെയോ ആയിട്ട് സിറ്റി ഇൻറ്റിമേഷൻ വരും. നവംബർ 28 പരീക്ഷ ഉള്ളവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ വരിക. അങ്ങനെ 10 ദിവസം മുന്നേ മാത്രമാണ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിറ്റി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ജനുവരി 16-ന് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നവംബർ 27-ന് പരീക്ഷ ഡേറ്റ് അറിയാനായിട്ട് സാധിക്കില്ല. ജനുവരി 5-നോ 6-നോ ആയിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിറ്റി ഏതാണെന്നുള്ളതും എക്സാമിനേഷൻ്റെ ഡേറ്റ് ഏതാണെന്നുള്ളതും മനസ്സിലാവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഹോൾ ടിക്കറ്റിന്റെ കാര്യം കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുക. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് 4 ദിവസം മുന്നേ ആയിരിക്കും. എക്സാമിനേഷൻ ഡേറ്റിന് 4 ദിവസം മുന്നേ മാത്രമാണ് നിങ്ങളുടെ കൈവശം ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നവംബർ 27-ന് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നവംബർ 23-നോ 24-നോ ആയിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ട്രാവലിംഗ്, നിങ്ങൾക്ക് എത്ര ദൂരം അകലെയായിരിക്കും തുടങ്ങിയ എല്ലാ കൺസേൺസും കുട്ടികൾക്ക് ഉണ്ടാവും. പൊതുവിൽ ഇത് നമ്മുടെ അടുത്ത് എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. പൊതുവിൽ CVT 1 പരീക്ഷ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 300 കിലോമീറ്റർ റേഡിയസിനകത്ത് വരുന്ന സ്ഥലങ്ങളിലായിരിക്കും പരീക്ഷ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത. 300 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വൺ സൈഡ് ഒരു 4-5 മണിക്കൂർ, മേറിപ്പോയാൽ ഒരു 6 മണിക്കൂർ ട്രാവൽ ചെയ്യും. മാക്സിമം 6 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു ദൂരത്തായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയിലോ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലോ കിട്ടിയെന്ന് വരാം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. ഇപ്പം തൃശ്ശൂരോ പാലക്കാടോ മലപ്പുറത്തോ കിടക്കുന്ന കുട്ടിക്ക് കോയമ്പത്തൂർ എക്സാമിനേഷൻ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തിരുവനന്തപുരം വരെ വരുന്നതിനേക്കാളോ കാസർഗോഡ് വരെ പോകുന്നതിനേക്കാളോ അടുത്ത് എന്താണ്? കോയമ്പത്തൂരാണ്. അപ്പോൾ ആ രീതിയിലാണ് അടുത്ത സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്തുള്ള കുട്ടിക്ക് ചിലപ്പോൾ കന്യാകുമാരി കിട്ടിക്കഴിഞ്ഞാൽ, കാസർഗോഡുള്ള കുട്ടിക്ക് മംഗലാപുരം കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് അടുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദൂരത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷന്റെ സെന്റർ പൊതുവിൽ വരാറ്. ഇതുവരെ 2024 നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ബാക്കി കണ്ടക്ട് ചെയ്തിട്ടുള്ള 7 പരീക്ഷകൾ നമുക്കറിയാം. 8ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഗ്രൂപ്പ് ഡി വന്നിരിക്കുന്നത്. ബാക്കി 7 പരീക്ഷകൾക്കും എക്സാമിനേഷൻ സെന്റർ ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നോട്ടീസിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, പരീക്ഷയെ എങ്ങനെ സമീപിക്കാം എന്നുള്ള കാര്യം. എക്സാം ഡേറ്റ് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എത്തി. പല കുട്ടികളുടെ അടുത്ത് നമ്മളിത് പറഞ്ഞതാണ്, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ അടുത്തും അല്ലാതെ നമ്മൾ വീഡിയോസിലൂടെ പറഞ്ഞ കാര്യമാണ്. പരീക്ഷാ ഡേറ്റ് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് വന്നൊരു ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വീഴും. ബി പ്രിപ്പയർഡ് അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിട്ടിരിക്കണമെന്ന് പല വീഡിയോസിലൂടെ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കും. ഇതിന് മുന്നേ ഉള്ള നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വ്യക്തമായിട്ട് ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നവംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമോ പരീക്ഷ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കേസിൻ്റെ വഴിക്ക് പോവും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
നിങ്ങൾ പാനിക്കായിട്ട് കാര്യമുണ്ടോ? പാനിക്കാവാനുള്ള സമയം ഇനി നിങ്ങളുടെ മുന്നിലില്ല. അയ്യോ എക്സാം ഡേറ്റ് ആയി, പഠിച്ചു തീർന്നിട്ടില്ല, റിവൈസ് ചെയ്ത് തീർന്നിട്ടില്ല, ടെസ്റ്റുകൾ ചെയ്തിട്ടില്ല, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കില്ല, ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് ഇനി പ്രസക്തിയില്ല. പരീക്ഷ എഴുതി ജോലി നേടിയേ പറ്റൂ എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കാനുള്ള സമയമല്ല ഇനി. മനസ്സിലാവുന്നുണ്ടോ? CBT 1 പരീക്ഷ ഒരൊറ്റ പരീക്ഷയാണ്. ആ പരീക്ഷ ഫോക്കസ് ചെയ്യുക, അതിൽ എത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും മാർക്കുകൾ വാങ്ങിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? പാനിക്കായിട്ട് കാര്യമില്ല. ഇനി എന്ത് എന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ആക്ഷൻ്റെ സമയമാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ, 27-ാം തീയതി പരീക്ഷ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 10 ദിവസമാണുള്ളത്. ജനുവരി 16 പരീക്ഷ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും 50 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ ഉള്ള ദിവസം എത്രയാണോ ലഭിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് 10 ദിവസം മുന്നേ മാത്രമാണ് എൻ്റെ പരീക്ഷ ഇന്ന ദിവസമാണെന്നുള്ള നറുക്കെടുപ്പ് പോലെയാണ് ആ ഡേറ്റ് വരുന്നത്, അല്ലേ? അപ്പോൾ എന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത് 10 ദിവസം മുന്നേ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ 10 ദിവസമേ എൻ്റെ മുന്നിലുള്ളൂ എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എക്സാം കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? റിവിഷനിലേക്കാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഇനി പ്ലാൻ ചെയ്യണം. വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. പ്ലാൻ ചെയ്യാതെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് പ്ലാനിങ്? അവസാന നിമിഷത്തെ പ്ലാനിങ് കൊണ്ട് വല്ല കാര്യമുണ്ട്. അവസാന നിമിഷം നിങ്ങൾ എന്താണ്, ആവശ്യത്തിന് ക്ലാസ്സുകൾ മാത്രമാണ് കാണേണ്ടത്. അറിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് ഇനി നിങ്ങൾ കാണേണ്ടത്. ചില കുട്ടികൾ ഇനി 10 ദിവസമുള്ളൂ, തുടക്കം തൊട്ട് ക്ലാസ്സുകൾ ഒന്നേന്ന് കണ്ടു തുടങ്ങാം. നടക്കുമോ? ഇല്ല. ആവശ്യത്തിനുള്ള ക്ലാസ്സുകൾ. അപ്പോൾ ആവശ്യത്തിനുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഭാഗങ്ങൾ, നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്ത ഭാഗങ്ങൾ, ആ ഭാഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, ആ ടോപ്പിക്കുകളെ തിരഞ്ഞെടുത്തുകൊണ്ട്, ആ ടോപ്പിക്കിന് വെയിറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ക്ലാസ്സുകൾ കാണുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ക്ലാസ്സുകൾ കാണുക. ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ച്, നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻ്റ് ഉണ്ട് ഒരു ടോപ്പിക്കിലെ, ഒരു സബ്ജക്റ്റിൽ, ഒരു സബ് ടോപ്പിക്കിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഭാഗം കാണാനായിട്ട് അല്ലെങ്കിൽ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ടെസ്റ്റുകൾ മാക്സിമം ചെയ്യാനാണ് ഞാൻ പറയുക. പക്ഷെ മാർക്ക് കണ്ട് ടെൻഷൻ അടിച്ചിട്ടുള്ളവർ എന്ത് ചെയ്യരുത്? മാർക്ക് നോക്കിയിട്ട് എനിക്ക് മാർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കാനുള്ള സമയം നമുക്കില്ല. മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകൾ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ ആ ഒരു എന്താ പറയുന്ന ടൈം ഫ്രെയിമിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടെ മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമാണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 90 മിനിറ്റാണ്, 1.5 മണിക്കൂർ, അല്ലേ? അതിനോടകം തന്നെ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്യണം? 100 ചോദ്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, GKയുടെ ക്വസ്റ്റ്യൻസ് കാണും, അല്ലേ? അപ്പോൾ ഈ ഓരോ വിഷയത്തിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കി, ഓരോ വിഷയത്തിനും എത്രത്തോളം സമയം ഉണ്ടെന്ന് മനസ്സിലാക്കി, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ലാതെ വെറുതെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് എത്തില്ല. എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ളൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്കോർ നോക്കിയാൽ ടെൻഷൻ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളവർ എന്ത് ചെയ്യരുത്? ടെസ്റ്റിൻ്റെ സ്കോർ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതവിടെ മറക്കുക, വീണ്ടും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതവിടെ മറക്കുക. ടെൻഷൻ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്, നന്നായിട്ട് റിവൈസ് ചെയ്തിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ മാർക്ക് നോക്കണം, എവിടെ പാളിച്ച പറ്റി എന്നുള്ളത് വിലയിരുത്തണം. അതാണ് പ്രോപ്പറായിട്ടൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട കുട്ടി ചെയ്യേണ്ട കാര്യം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളം നിർബന്ധമില്ല. കുറച്ച് പേരെങ്കിലും ടെസ്റ്റിൽ മാർക്ക് കുറയുമ്പോൾ വല്ലാതെ മെൻ്റലി ഡൗൺ ആയി പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. റിവിഷൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ ക്ലാസ്സിൻ്റെ നോട്ടുകൾ, ഘാണ്ടം എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾ മാത്രം പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. റിവിഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ കൈവശം 2 or 3 ലെവലിലുള്ള നോട്ടുകൾ വേണം. ക്ലാസ് കാണുമ്പോൾ എഴുതുന്ന നോട്ടുകൾ വേണം, റിവിഷൻ പർപ്പസിന് വേണ്ടി എഴുതിയിട്ടുള്ള നോട്ടുകൾ വേണം. ഇനി റിവിഷന് വേണ്ടിയിട്ട് മാക്സിമം മെറ്റീരിയൽസ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനെല്ലാം തന്നെ സ്കോർ ടീമും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഗ്രൂപ്പ് ഡി എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് ഡി സക്സസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നും ഫോളോ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ എന്താണ്? മാരത്തോൺ ക്ലാസ്സുകൾ. മാരത്തോൺ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. മാത്സിൻ്റെ മാരത്തോൺസ് വരുന്നുണ്ട്, അതുപോലെ റീസണിങ്ങിൻ്റെ വരുന്നുണ്ട്, ബയോളജിയുടെ, കെമിസ്ട്രിയുടെ, ഫിസിക്സിൻ്റെ, ജനറൽ അവയർനെസ്സിൻ്റെ മാരത്തോൺസ്. അതിനകത്ത് ഏൻഷ്യൻ്റ്, മെഡീവിയൽ, മോഡേൺ, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഈ കാണുന്ന അത്രയും വലിയ ലിസ്റ്റാണ്. അത്രയും വരുന്ന മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സൗജന്യമായിട്ട് നമ്മുടെ
സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്രയും പ്ലേലിസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുള്ള വിഷയം ഏതാണോ ആ വിഷയത്തിൻ്റെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ ആ ടോപ്പിക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടു തീർക്കാവുന്നതാണ്. ഇത് മാരത്തോൺ ക്ലാസ്സുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി റിവിഷന് വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏകദേശം 50 വീഡിയോസ് നമ്മൾ റിവിഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. റിവിഷൻ എക്സ്പ്രസ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഞാൻ ചെയ്തു തുടങ്ങിയ സമയം തൊട്ടേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഡി എക്സാമിനും ഇത് ഉപകരിക്കും. ഏറ്റവും ആദ്യം വരാൻ പോകുന്ന പരീക്ഷ മിക്കവാറും ഗ്രൂപ്പ് ഡി ആയിരിക്കും. അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കുട്ടികളെങ്കിലും എനിക്കറിയാവുന്ന കുട്ടികളുണ്ട്. ആ വീഡിയോസിനെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത്രമാത്രം വ്യൂസ് ഒന്നുമില്ല. കാരണം എന്താ, നമ്മളത് കൊടുത്തപ്പോഴും നിങ്ങൾ കേസിൻ്റെ പുറകെയാണ് ഭൂരിപക്ഷം കുട്ടികളും പോയിരിക്കുന്നത്. എന്നാൽ വ്യക്തമായിട്ട് ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് അതിൻ്റെ ഉപകാരം തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. ഈ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സിൻ്റെയും മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 50 ക്ലാസ്സുകളുടെയും PDF നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ റിവിഷന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി മെറ്റീരിയൽസ് കൈവശമില്ലാത്ത കുട്ടികൾ, ഷോർട്ട് നോട്ട് കൈവശമില്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി നമ്മുടെ ചാറ്റ് റൂമിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ചാറ്റ് റൂമിനകത്ത് കയറി അതിനകത്ത് കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടൊരു ഫോൾഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിന് വേണ്ടി ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിന് ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സിൻ്റെയും PDF മെറ്റീരിയൽസ് അവിടെ നിന്ന് കിട്ടും. റിവിഷന് വേണ്ടി നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തരുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതിനകത്ത് ഉറപ്പ് ഞാൻ വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടി ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ടെസ്റ്റ് സീരീസ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. 5 മോക്ക് ടെസ്റ്റുകൾ. ഇത് തീർത്തും സൗജന്യമായിട്ട് ടെസ്റ്റുകൾ നമ്മുടെ സ്കോർ ആപ്പിൽ, സ്കോറിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിനകത്ത് ഗ്രൂപ്പ് ഡി ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സ് കാണും. നിങ്ങളുടെ ഡീറ്റെയിൽസ്, ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 മോക്ക് ടെസ്റ്റുകളും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ഡി എക്സാം ഡിമാൻഡ് ചെയ്യുന്ന പാറ്റേൺ അല്ലേ. നമുക്കറിയാം RRB ഒരുപാട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ALP ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്, സെക്ഷൻ കൺട്രോളർ എക്സാം ഉണ്ട്, NTPC ഗ്രാജുവേറ്റ് ഉണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, RPF എക്സാം ഉണ്ട്. ഇതിന് പുറമെ പാരാമെഡിക്കലും മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലുള്ള എക്സാംസ് ഉണ്ട്. അതുപോലെ വരുന്നൊരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. പക്ഷേ ഈ ഓരോ പരീക്ഷയുടെയും പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വ്യക്തമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ പാറ്റേൺ മനസ്സിലാക്കി, ഗ്രൂപ്പ് ഡിക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി, ആ ഓരോ ടോപ്പിക്സിൻ്റെയും സബ് ടോപ്പിക്സിന് എത്രത്തോളം വെയിറ്റേജ് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ കണ്ടന്റ് എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള 5ഓളം മോക്ക് ടെസ്റ്റുകളും വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നമ്മുടെ സ്കോർ ആപ്പിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഗൂഗിൾ ഫോമും കൊടുക്കാം. നിങ്ങൾക്കത് ഫില്ല് ചെയ്തിട്ട് ഈ ഫ്രീ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്ന ടേമിനോട് പ്രസക്തിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ മുൻകാല ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മാരത്തോൺ ക്ലാസ്സുകൾ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിൽ ലഭ്യമാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ കണ്ടു നോക്കുന്നതിന് മാരത്തോൺ ക്ലാസ്സുകൾ, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി റിവിഷൻ എക്സ്പ്രസിൻ്റെ ക്ലാസ്സുകൾ, ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റ് സീരീസുകൾ, ഇനി മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മാരത്തോൺസ്, ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിന് പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ, ഇനിയും റിവൈസ് ചെയ്ത് തുടങ്ങാത്ത കുട്ടികൾ ഈ പറയുന്ന എല്ലാ മെറ്റീരിയൽസിനെയും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിക് ആവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്കായിട്ടുള്ളത്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിന് ക്ലാസ്സുകൾ മാത്രം കണ്ട് മാക്സിമം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇനി വരുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.